ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം ആത്മീയ കൊയ്ത്തിന്റെ വചനങ്ങളാണ്, സാമ്പത്തിക കൊയ്ത്തിന്റെ വചനങ്ങളാണ്, ശാരീരികമായ കൊയ്ത്തിന്റെ വചനങ്ങളാണ്, മാനുഷികമായ കൊയ്ത്തിന്റെ വചനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വചനത്തിനകത്തും ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. വചന അടിസ്ഥാനത്തിലാണ് ഓരോ വാക്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആഗസ്റ്റ് ഈസ് ദ ഹാർവസ്റ്റ്, ഒരു കൊയ്ത്തിന്റെ മാസമായി ഞാനിത് പ്രഖ്യാപിച്ചതിന്റെ കാരണം പലരുടെയും ജീവിതത്തിനകത്ത് മുരടിച്ച അവസ്ഥയാണ്. ഒരിക്കലും ഒരു നന്മ കൊയ്യാൻ പറ്റുന്നില്ല. ഒരു വർഷം കഴിയുമ്പോൾ വിചാരിക്കും അടുത്ത വർഷം ശരിയാവും, അടുത്ത വർഷം ശരിയാവും, അടുത്ത വർഷം ശരിയാവും. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ചില കൊയ്ത്തുകൾ നടക്കുന്ന മാസവും വർഷവുമായിരിക്കുമെന്ന് ഞാൻ ദൈവനാമത്തിൽ വിളിച്ചു പറയുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു വലിയ ആത്മീയ, ഭൗതിക, സാമ്പത്തിക കൊയ്ത്ത് സംഭവിക്കുമെന്ന്. ആ കൊയ്ത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അതിനനുസരിച്ചാണ് കൊയ്യുന്നത്. നന്മകളാലുള്ള ഒരു കൊയ്ത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നന്മ ചെയ്യുന്ന കരങ്ങൾ എത്ര മനോഹരമെന്ന് ദൈവവചനം പറയുന്നു. നന്മ ചെയ്യുന്ന കരങ്ങളായി മാറുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. സദൃശവാക്യം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞ് ഒഴുകും. ആമേൻ, സ്തോത്രം. ഒരു വിശ്വാസത്തിന്റെ വചനമാണ്, ഒരു ദൂതാണ്. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് വിളിച്ചു പറയുന്നത്. യഹോവയെ നിന്റെ ധനം കൊണ്ട് എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ട് ബഹുമാനിക്കണം. ദൈവത്തെ ബഹുമാനിക്കുന്നവനെ ദൈവം ബഹുമാനിക്കും. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ നാം ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ നമ്മയും ബഹുമാനിക്കും. ഒരു കുടുംബത്തിൽ നമ്മൾ ഒരു അപ്പനും അമ്മയ്ക്കും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അപ്പനമ്മ നമ്മയും റെസ്പെക്റ്റ് ചെയ്യും. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും 4 മക്കളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്പനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവനാണ് കുറച്ചുകൂടി രഹസ്യമായിട്ടാണെങ്കിൽ പോലും നന്മകൾ കൊടുത്ത് അലങ്കരിക്കുന്നത്. പറഞ്ഞാൽ കേൾക്കാത്ത തലമുറകളാണെങ്കിൽ അവർക്ക് മാതാപിതാക്കൾ കൊടുക്കുന്നത് 1-2 വട്ടം ആലോചിക്കുവാൻ ഇടയായിത്തീരും. പക്ഷേ മാതാപിതാക്കളെ സംരക്ഷിച്ച് പോറ്റി പുലർത്തുന്നവരാണെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി അധികം നന്മ കൊടുക്കുന്നവരാണ്. ഇന്നത്തെ സമൂഹത്തിനകത്ത് പല മാതാപിതാക്കളും മക്കൾ അവരെ നോക്കുമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടുന്ന സകലതും കൊടുത്തു. പക്ഷേ ഇന്ന് അവർ കിടക്കുന്നത് പല അനാഥാലയങ്ങളിലാണ്. പലരും ഉപേക്ഷിച്ചു പോയതാണ്. എൻ്റെ നാട്ടിൽ ഒരു വീട്ടിനകത്ത് തൻ്റെ പിതാവ് മരിച്ച് അസ്ഥിയായിട്ട് പോലും ആരും അറിയുവാൻ ഇടയായി തീർന്നില്ല. 2 മക്കളും സമ്പന്നരായി ജീവിക്കുന്നവരാണ്. പക്ഷെ എന്നിട്ട് പോലും ആ പിതാവ് ആ വീട്ടിനകത്ത് മരിച്ച് അത് അസ്ഥിക്കൂടമായി തീരുന്നവരെയും ആരും അറിഞ്ഞില്ല എന്ന് ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ചു നോക്കണേ. നമ്മളും ഒരു ദിവസം വയസ്സാകും, ബലഹീനപ്പെടും. പക്ഷെ ഒരു കാര്യം മറന്നു പോരുത്, ഇന്നത്തെ യൗവനവും ഇന്നത്തെ കൗമാരവും ഒന്നും നിലനിൽക്കുന്നതല്ല. ഒരു ദിവസം നമ്മളെയും വാർദ്ധക്യം പിടികൂടും. ഒരു ദിവസം നമ്മളും വൃദ്ധരായിത്തീരും. അന്ന് നമ്മൾ ചിന്തിക്കും, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ, പോറ്റിപ്പുലർത്തിയെങ്കിൽ. ക്രിസ്തു സമൂഹത്തിനകത്തും ഇത് അനുഭവിക്കുന്നു. ഒത്തിരി പേര് ആ മാതാപിതാക്കൾ അനാഥാലയങ്ങളിലാണ്. മക്കളെല്ലാം അമേരിക്കയിലാണ്, ആസ്ട്രേലിയയിലാണ്, സ്വിറ്റ്സർലൻഡിലാണ്. മക്കളെ പഠിപ്പിച്ചു വലുതാക്കി അവരെ ആസ്ട്രേലിയയിലും അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലും ഒക്കെ വിട്ടു. പക്ഷെ ഇപ്പോൾ അവർ അപ്പനും അമ്മയും കാണാൻ വരത്തില്ല. ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ വിളിച്ചു പറയും, എൻ്റെ അപ്പനും അമ്മയ്ക്കും 3 നേരത്തെ ആഹാരം കൊടുക്കണം. ഒരു വീട്ടിലൊരു ക്യാമറ ഫിറ്റ് ചെയ്യും, അവിടെ വന്നു പോകുന്നവരെയൊക്കെ കൃത്യമായിട്ട് കാണുവാൻ വേണ്ടി. അപ്പൻ്റെ അമ്മയുടെയും കാലം കഴിഞ്ഞിട്ട് അത് വിറ്റ് ആ പണവും കൊണ്ട് വീണ്ടും ഇവിടുന്ന് രാജ്യം വിടും. നിങ്ങൾ എവിടെ ചെന്ന് ജീവിച്ചാലും എവിടെ പോയി ഒളിച്ചാലും അപ്പനെ അമ്മയും ബഹുമാനിക്കുവാനുള്ള ഒരു കൃപ നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നാശത്തിന് കാരണമായി തീരും. അതാണ് കൽപ്പന, 5-ാമത്തെ കൽപ്പന പറയുന്നു, നീ ജീവിക്കുന്ന നിന്റെ നാട്ടിൽ, നീ ആയിരിക്കുന്ന നിന്റെ ഭൂമിയിൽ ദീർഘായുസ്സോടുകൂടിയും സമൃദ്ധിയോടുകൂടിയും
അനുഗ്രഹത്തോടു കൂടി ഇരിക്കുവാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. ഈ ദിവസങ്ങളിൽ നീ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത്. ഇവിടെ യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ട് ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. നീ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത്. സ്തോത്രം. തേങ്ങ ആട്ടുവാൻ വേണ്ടി ചക്കിലേക്ക് എടുത്താൽ അത് തേങ്ങയായിട്ടല്ല തിരിച്ചു വരുന്നത്, അത് എണ്ണയായിട്ടാണ് തിരിച്ചു വരുന്നത്. നീ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുവാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് കൊടുത്തും കൊണ്ടും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക് പോകുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു. ഗോഡ് ബി വിത്ത് യു.